ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്കിത് ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കേരള സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഇഞ്ചിക്കറി എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റായിട്ട്, നല്ല വെറൈറ്റി ടേസ്റ്റിൽ നമുക്കിപ്പോൾ ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചിക്കറിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ഒരിത്തിരി തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, പിന്നെ അതിൽ ചേർക്കാനുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചേക്കാണ്. നമുക്ക് ഇഞ്ചിക്കറി തയ്യാറാക്കാം. ഇഞ്ചിക്കറി നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ടുള്ള പാത്രം നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കണം. ആദ്യം നമുക്ക് ഇഞ്ചി എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇഞ്ചി ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഫ്രൈ ആക്കാനായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടുത്ത സ്റ്റൗവിലോട്ട് നമുക്ക് തേങ്ങ ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ട് ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഇട്ടിട്ടുണ്ട്. തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ തേങ്ങ കുറച്ച് ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. തേങ്ങ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമ്മൾ തേങ്ങ വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇഞ്ചി നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ കോരിയെടുത്ത് വയ്ക്കാം. അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇഞ്ചി ഫ്രൈ ആക്കിയ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. പച്ചമുളക് നമുക്ക് ആ എണ്ണയിലോട്ട് കുറച്ച് ഫ്രൈ ആക്കി എടുക്കാം. ഈ ഫ്രൈ ആക്കിയെടുത്ത ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുത്താലേ ഇത് ജാറിൽ അരയത്തുള്ളൂ. ഇത്തിരി വെള്ളം കൂടെ ചേർത്താണ് ഞാൻ അരയ്ക്കാൻ പോകുന്നത്. ആദ്യം ഒന്ന് പൊടിച്ചിട്ട് ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. എന്നാലേ അത് നല്ലതുപോലെ അരഞ്ഞു വരത്തുള്ളൂ. തേങ്ങ, ഇഞ്ചിയും ചെറിയ ഉള്ളിയെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയെല്ലാം ഫ്രൈ ആക്കി ആ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇനി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ അരച്ച എല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചിപ്പോൾ ചേർക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ജാറ് കഴുകിയ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പുളി പിഴിഞ്ഞ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം ചേർത്ത് യോജിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം.
കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവാണ്. കറിവേപ്പത്തി അതിലിട്ട് കൊടുക്കുകയാണ്. ഇതിൽ താളിക്കുമ്പോൾ കുറച്ച് ഇടണം. അപ്പോൾ കുറച്ച് കറിവേപ്പത്തി ഇട്ടാൽ മതിയാവും. കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലോട്ട്. ഇത് ഇത്തിരി ആഡ് ചെയ്താൽ മതി. എരിവും പുളിപ്പും എല്ലാം ഒന്ന് ലെവൽ വരാനായിട്ടാണ് ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് താളിച്ച് കൊടുക്കണം. താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിക്കറി റെഡിയായി. ഇഞ്ചിക്കറി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.